ശബരിമല സ്വർണ്ണ കവർച്ച എൻ വാസുവിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. വാസുവിനെതിരെ തെളിവുകൾ ശക്തമെന്ന SIT നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകും. ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എൻ വാസുവിലേക്ക് കൂടുതൽ അന്വേഷണം എത്തുകയാണ്. പ്രജിത്ത്, കേൾക്കാമെങ്കിൽ തുടരാം. എൻ വാസുവിലേക്ക് വീണ്ടും അന്വേഷണ സംഘം കൂടുതൽ മൊഴിയെടുപ്പിലേക്കും വിളിച്ചു വരുത്തുന്നതിലേക്കുള്ള നടപടികളിലേക്ക് തിരിയുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രാഥമികമായ ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് എൻ വാസുവിന് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക പങ്കുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം വാസുവിനെതിരായ ശക്തമായ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് SIT വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊക്കെ ഒപ്പമുള്ള ചോദ്യം ചെയ്യലൊക്കെ വീണ്ടും ആവർത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ വാസുവിനെ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം പോകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കാം വാസുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത് പോലെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുക എന്നുള്ളതാണ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെയാണ് ഹൈക്കോടതിയിൽ നൽകുന്നത്. ഇതിനുശേഷം വാസുവിനെ വീണ്ടും ഈ സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വാസുവിൻ്റെ മുൻ PS-ഉം നേരത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും ഒക്കെ ആയിരുന്ന സുധീഷ് കുമാറിനെയും വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നുള്ളതും അന്വേഷണ സംഘം കരുതുന്നു. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട, ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട വാസുവിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷിനെയും അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നും അത്തരം തെളിവുകളും മൊഴികളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത സാഹചര്യം ഉണ്ടായത്. ഇനി എപ്പോൾ വിളിപ്പിച്ചാലും വരണമെന്നുള്ള നിർദ്ദേശമടക്കം നൽകിയാണ് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചതെങ്കിലും വാസുവിനെ ഒഴിവാക്കി വിടുന്നൊരു സമീപനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വാസുവിനെ വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും വേണമെങ്കിൽ ആവശ്യമെങ്കിൽ കസ്റ്റഡി എടുക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുമെന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ വാസുവിനെ വിളിച്ചു വരുത്താത്തതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഒരു മെല്ലപ്പോക്കുണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ച് മുരാരി ബാബുവും സുധീഷും എല്ലാം ചെയ്ത കുറ്റങ്ങൾ തന്നെയാണ് എൻ വാസുവും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ രണ്ട് ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുമ്പോഴും കസ്റ്റഡിയിലാകുമ്പോഴും വാസുവിനെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള അന്വേഷണ സംഘത്തിന്റെ മറുപടിയുടെ ആദ്യഘട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മൊഴിയെടുപ്പ്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചതിന് ശേഷം വാസുവിനെയും സുധീഷിനെയും ഒക്കെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്.